നട്ടലുള്ള ഒരാണ് ആ വീട്ടിലില്ലാതായി. ഉസ്താദ് പറഞ്ഞ നട്ടലുണ്ടല്ലോ, അത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഉസ്താദന്മാർക്കും ഇല്ല. കാരണം എന്താണെന്നറിയാ, പണ്ട് കാസർഗോഡ് പള്ളീന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു ഉസ്താദിന്റെ കഴുത്തർത്തിട്ടാ കൊന്നത്. പേര് മുഹമ്മദ് റിയാസ്. മറന്നുപോയാ? എന്നിട്ട് ആ മുഹമ്മദ് റിയാസിന്റെ കുടുംബത്തിന് ഇന്നും നീതി മേടിച്ചു കൊടുക്കുവാനോ, അതല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ട് ഒരു വെള്ളയും ഇട്ട ഉസ്താക്കന്മാർ എന്താക്കിയില്ല, റോട്ടുമേലൊന്നും കണ്ടുകൂല, നിരാഹാരം കിടന്നിട്ടൊന്നും. പിന്നെ ഈ ഒരു പാട്ടിന്റെ പേരിൽ ഈ പുയ്യാപ്പളേന്റെ ഫ്രണ്ട്സുകൾ കൂടി പാടിയ പാട്ട്, ഈ ഒരു പാട്ടിൽ വന്നൊരു ചെറിയൊരു പദം, കാണാത്ത കാഴ്ചകൾ മാരൻ സമദ് സഖാഫി കാണിക്കുന്നുള്ളത്. ചിലപ്പോ ആ മക്കളുണ്ടല്ലോ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ വരുമെന്നുള്ളത്. ഈ ഒരു പേരും പറഞ്ഞിട്ട് എന്താക്കാറ്, ആ സമദ് സഖാഫിന്റെ ഉപ്പയും ഉമ്മയുണ്ടല്ലോ വീട്ടിൽ കിടക്കുന്ന, ആ ഉപ്പാക്കും ഉമ്മാക്കും ജീവിതകാലം മുഴുവൻ ഓർക്കുവാനുള്ള രീതിയിൽ ഇതിനെന്താക്കല്ല വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. ചിലപ്പോ ഒരു ആയുസ് മുഴുവനും പള്ളിയും വീടുമായിട്ട് മുന്നോട്ട് പോയൊരു ജീവിതമായിരിക്കും എന്ത് ഈ ഒരു സമദ് സഖാഫിന്റെ ഉപ്പാന്റെ ജീവിതം. ആ ഒരു ജീവിതം ഉണ്ടല്ലോ, ഒരാളെ കുത്തുവാക്കുകൊണ്ടോ ഒരാളെ ആക്ഷേപം കൊണ്ടോ തളർത്തി മൂലക്കലാക്കുക ഉണ്ടാക്കല്ല ശ്രമിക്കല്ല. തമാശന്റെ രീതിയിലെടുക്കുക.